നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ച പദ്ധതിയാണ് കർഷകമിത്രം. വിദ്യാർത്ഥികളെ ജൈവ കൃഷിയിലൂടെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്നതാണ് കർഷകമിത്രം പദ്ധതി ലക്ഷ്യമിടുന്നത്. വീട്ടാവശ്യത്തിനുള്ള വിഷം തീണ്ടാത്ത പച്ചക്കറി വീട്ടിൽ തന്നെ ഒരുക്കുന്നതിനായി വിദ്യാലയങ്ങൾക്കായും വിദ്യാർത്ഥികൾക്കായും പച്ചക്കറി വിത്തുകളും തൈകളും വിത്തിട്ട് മുളപ്പിച്ച കറിവേപ്പിൻ തൈകളും നൽകുന്ന പദ്ധതിയും, അതിനു പുറമെ വൃക്ഷങ്ങളുടെ സംരക്ഷണത്തിലൂടെ ഭൂമിയെ സംരക്ഷിക്കാനും വായുമലിനീകരണം പരിഹരിക്കാനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടമെടുക്കുന്ന പദ്ധതിയുമാണ് പ്രൊഫസർ കെ വി തോമസ് വിദ്യാധന ട്രസ്റ്റ് നടപ്പിലാക്കി വരുന്നത്. ദേശീയ കാർഷിക കൗൺസിലിന്റെ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും വിദ്യാധന ട്രസ്റ്റ് നൽകുകയും ചെയ്യുന്നു. പ്രൊഫസർ കെ വി തോമസ് വിദ്യാധന ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള 44 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് കറിവേപ്പിൻ തൈകൾ നൽകുകയെന്ന വിദ്യാധന ട്രസ്റ്റിന്റെ ഈ വർഷത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. പദ്ധതിയുടെ ഉദ്ഘാടനം ആദ്യഘട്ടം ഡിസംബർ മാസം വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ KPMH സ്കൂളിലും രണ്ടാം ഘട്ടം വടകര ചിന്മയ സ്കൂളിലും മൂന്നാം ഘട്ടം കർക്കടം SGTS സ്കൂളിലും നടത്തുകയുണ്ടായി. ഇന്ന് സെന്റ് ആൽബർട്ട്സ് ക്യാമ്പസിൽ ഈ പദ്ധതിക്ക് തിരിതെളിയുകയാണ്. ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. ഈശ്വര പ്രാർത്ഥന. കരുണയാകുന്ന കാന്തിയാൽ എന്നെ പുൽകുമാറാകണേ. കരളിലും എൻ്റെ നിലവിലും നിന്റെ സ്നേഹമേകണമേ. കടലിനാ നിന്റെ വഴിയിലായി നന്മയിനുള്ളിൽ ഒളിവുമങ്ങാതെ തെളിയുമാറാകണേ. നന്മയിനുള്ളിൽ ഒളിവുമങ്ങാതെ തെളിയുമാറാകണേ. വിദ്യാഭ്യാസ രാഷ്ട്രീയ രംഗത്ത് അതുല്യ പ്രതിഭകളായ അനേകം ക്രൈസ്തവരുണ്ട്. അതിലൊരാളാണ് പ്രൊഫസർ കെ വി തോമസ്. അധ്യാപകനായും ഭരണകർത്താവായും സമൂഹത്തിൽ വ്യക്തിമുദ്ര പഠിപ്പിക്കുക എന്നത് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. ഇതുകൂടാതെ പ്രസാധക രംഗത്തും അദ്ദേഹം ചുവടുപിടിച്ചിട്ടുണ്ട്. അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയുടെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് കേരളത്തിൽ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളെ കണ്ടറിഞ്ഞത് നല്ലൊരു വ്യക്തിപ്രഭാവത്തിന് ഉടമയായ പ്രൊഫസർ കെ വി തോമസ് മാഷ് ടൂറിസം മന്ത്രിയായിരുന്ന കാലത്താണ്. വിദ്യാധന ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയായ ശ്രീ കെ വി തോമസ് ഇപ്പോൾ കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയാണ്. ഏറെ സ്നേഹത്തോടെ ആദരവോടെ തോമസ് മാഷിനെ സ്വാഗതം ആശംസിക്കുന്നതായി ക്ഷണിക്കുന്നു. ഈ പദ്ധതിക്ക് പേര് കൊടുത്തിരിക്കുന്നത് ഹരിതാഭമയം അതിജീവന പാഠം. നമ്മുടെ യുവതലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രൊഫസർ കെ വി തോമസ് വിദ്യാധന ട്രസ്റ്റ് കാർഷിക പരിജ്ഞാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
പ്രധാനപ്പെട്ട ഈ പദ്ധതി നടപ്പിലാക്കി. കഴിഞ്ഞ 23 വർഷങ്ങളായി പ്രൊഫസർ കെ വി തോമസ് വിദ്യാഭ്യാസ ട്രസ്റ്റ് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളുടെ മാനസികവും വിദ്യാഭ്യാസപരവുമായ വളർച്ചയ്ക്ക് വേണ്ടി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി. SSLCക്കും പ്രീഡിഗ്രിക്കും ഏർപ്പെടുത്തുന്ന എല്ലാ കുട്ടികളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടുകൂടി അവരുടെ ബാങ്ക് അക്കൗണ്ട് എടുത്ത് സേവ് ഫോർ ദ ഫ്യൂച്ചർ, ഭാവിക്ക് വേണ്ടി സമ്പാദിക്കുക ഇതൊരു വലിയ പദ്ധതിയാണ്. വളരെ വിജയപ്രദമായിട്ടാണ് ആ പദ്ധതി ഉണ്ടായത്. ഈ വർഷം കുരമാവ് സെന്റ് ഫിലോമിനാസ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾ കൊടുക്കുകയും അതിൽ 100 രൂപയും. അതുപോലെ തന്നെ ഈ ഹരിതമയ പദ്ധതി 4ാമത്തെ ഘട്ടമാണ്. എല്ലാ ഘട്ടത്തിലും വലിയ സഹകരണമാണ് വിദ്യാർത്ഥികളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, കൃഷി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം. ഒരു പച്ചപ്പ് നമുക്ക് നൽകുന്നത് ചെറിയ സംഭവം. ഞാനിവിടെ 2 ദിവസം സ്കൂളിൽ വന്നത് ഇന്ന് NS മുറിയിൽ കയറി ഏറ്റവും സന്തോഷം തോന്നിയത് ഇവിടെ അധ്യാപകരുടെ മുറികളിൽ ധാരാളം പച്ചപ്പ്, നല്ല മനോഹരങ്ങളായ യാത്രകളിൽ ചെടികൾ പറ്റുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചില ബുദ്ധിമുട്ടുകൾ, മയക്കുമരുന്നും മദ്യവും യുവതലമുറയെ പോലും ബാധിക്കുന്ന വിധത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അതിൽ നിന്നൊരു മാറ്റമുണ്ടാക്കി വിദ്യാർത്ഥികളെ അവർക്കൊരു പുതിയ ജീവിതശൈലിയിലേക്ക് കൊണ്ടുപോകാനാണ് ഈ പദ്ധതിക്ക് രൂപം. കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടുകൂടി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി അതിനുപരി കൃഷി വിജ്ഞാന കേന്ദ്രയിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചും അവരുടെ പിന്തുണയോടുകൂടിയാണ് ഇവിടെ വരാപ്പുഴ എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള ഏതാണ്ട് 60ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 10,000 വിദ്യാർത്ഥികൾക്ക് കരുവേപ്പിലയും സ്കൂളുകളിൽ ഫലവൃക്ഷ തൈകളുമാണ് നമ്മൾ നൽകുന്നത്. നിങ്ങൾക്ക് നൽകുന്ന കരുവേപ്പില പഴയ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കരുവേപ്പില വളർത്തുന്നവർക്ക് കട്ട് കൊണ്ടുവരുന്നത്. അത് വളർത്താൻ കാരണം വേരിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് തരുന്ന കരുവേപ്പില കേന്ദ്ര സർക്കാർ വിവിധ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചു അവരാണ് ഇത് വികസിപ്പിക്കുന്നത്. ഇവിടെ കൃഷി വിജ്ഞാന കേന്ദ്രയാണ് അത് രൂപം നൽകിയത്. നിങ്ങൾക്ക് നൽകുന്ന ആരോഗ്യകരമായ കാണാൻ തന്നെ ഭംഗിയുള്ള തൈകളാണ്. ഒരേ എടുത്ത് നിങ്ങൾക്ക് അടുപ്പിട്ട് നോക്കിയാൽ നല്ല ഇഷ്ടപ്പെടുവാണ്. അങ്ങനെയുള്ള കറിവേപ്പാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കറിയിൽ കറിവേപ്പ് നമ്മുടെ കറിവേപ്പില പോലെ എന്ന് പറയും. കറിവേപ്പില ശേഷം കറിവേപ്പില പറയും. പക്ഷെ ആ കറിവേപ്പില വരുന്നത് തമിഴ്നാട്ടിൽ. അവിടെ വിഷലിപ്തമായ കറിവേപ്പിലയാണ് നമുക്ക്. അതിൽ നിന്ന് മാറ്റമുണ്ടായി. നിങ്ങളുടെ എല്ലാ വീടുകളിൽ ചട്ടിയിലും മണ്ണിലും ഒരു കറിവേപ്പ് കടന്നു വന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരോഗ്യകരമായ കറി ഉണ്ടാകും. നിങ്ങൾക്ക് കൃഷിയിലേക്ക് ഒരു ആകർഷണം ഉണ്ടാകും. ഈ പദ്ധതി നിങ്ങളുടെ 4ാം ഘട്ടത്തിലേക്ക് കിടക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു രൂപതയിലെ എഡ്യൂക്കേഷൻ ഏജൻസി മൊത്തമായി പദ്ധതി. ഇതിൽ എഡ്യൂക്കേറ്റർ സറീന ലോണ്ട് എടുത്ത താല്പര്യം നടക്കുന്നത്. കാരണം 60ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവിടുത്തെ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ ഇങ്ങനൊരു പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാക്കണം.
ആദ്യഘട്ട കറിവേപ്പില ബാക്കിയുള്ള എല്ലാ സ്കൂളുകളിലും ഈ ആഴ്ച തന്നെ സ്കൂളുകളിൽ തന്നെ ഈ കറിവേപ്പില തൈകൾ ഫലവൃക്ഷങ്ങൾ നടാൻ ആഗ്രഹിക്കുന്ന നമുക്ക് മാവ്, പ്ലാവ്, പേര തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം, പ്രകൃതിയുമായൊരു സ്നേഹം, അതാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഈ പദ്ധതിക്ക് വരാപ്പുഴ അതിരൂപത, പ്രത്യേകിച്ച് നമ്മുടെ ആർച്ച് ബിഷപ്പ് ജോയി പിതാവ് നൽകിയ പിന്തുണ മാത്രമില്ല. ഇന്ന് യഥാർത്ഥത്തിൽ 2 പിതാക്കന്മാരുടെ സാന്നിധ്യമാണ് നമുക്കുള്ളത്. ഇന്ന് കളക്ടർ പിതാവ് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വരാപ്പുഴ രൂപത നൽകിയിട്ടുള്ള സംഭാവന വളരെ വളരെ ഒരു പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്ന വരാപ്പുഴ രൂപതയുടെ കീഴിൽ ആ കീഴിലത്തിന് ഏറ്റവും പുരാതനമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഹൈസ്കൂളിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ സഹായത്തിന് എല്ലാവരെയും പ്രത്യേക വിധത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന അഭിവൃദ്ധി പിതാവിനെ ഞാൻ സ്നേഹപുരസ്കാരം. അതുപോലെ തന്നെ ഇന്ന് അധ്യക്ഷ പ്രസംഗം നടത്തുന്ന നമ്മുടെ MLA ഇവിടെ ഈ പദ്ധതിയെക്കുറിച്ച് വിവരിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ സുഭാഷ്, നമ്മുടെ മേയർ താമസിയാതെ വരുമെന്നാണ് ഇവിടെ പറഞ്ഞത്. മേയർ ശ്രീമതി മിനിമോ, എഡ്യൂക്കേഷൻ കോർപ്പറേറ്റ് സമിതിയുടെ നേതൃത്വം വഹിക്കുന്ന റവന്യൂ ഫാദർ JN പയ്യപ്പള്ളി, പരിസ്ഥിതി കമ്മീഷൻ വരാപ്പുഴ അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇത്തരം എല്ലാ പരിപാടികൾക്കും സമയത്ത് തന്നെ വരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ സുബിൻപോ, നമ്മുടെ ഡിവിഷൻ കൗൺസിൽ ടൈസ് മറ്റൊരു പരിപാടിക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പൾ, ഞങ്ങൾ തുടങ്ങിയ സന്ദർഭത്തിൽ മുതൽ സഹകരിക്കുന്ന പ്രിൻസിപ്പൽ ശ്രീമതി ബിൽബി സെബാസ്റ്റ്യൻ, ഹെഡ് മാസ്റ്റർ ജോസഫ് സെനൻ, ഹെഡ് മിസ്ട്രസ് മേരി ടീച്ചർ, അതോടൊപ്പം തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ശ്രീനാലോ, ഇവിടെയുള്ള വിദ്യാർത്ഥി അധ്യാപകർ എല്ലാവരെയും ക്വസ്റ്റ്യൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് പ്രൊഫസർ KD തോമസ് വിദ്യാഭ്യാസ ട്രസ്റ്റ് ഹരിതാഭമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സ്മിത ശിവദാസ് ഇപ്പോൾ പദ്ധതി വിശദീകരണം നടത്തുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വിവിധ വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ തോട്ടങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഫലവൃക്ഷ തൈകളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കറിവേപ്പ് തൈ വിതരണവും ആണ് ചെയ്തു വരുന്നത്. ഈ വർഷത്തെ തുടക്കത്തിൽ തന്നെ ടീച്ചർ പറയുകയുണ്ടായി, ഇത് 4ാം ഘട്ടമാണ്. ഈ പരിപാടിയുടെ ഈ വർഷത്തെ 4ാം ഘട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇത് നമുക്കറിയാം, ഫലവൃക്ഷങ്ങൾ ഇപ്പോൾ ഒരു വിദ്യാലയത്തിൽ നമ്മൾ നൽകുന്നത് വഴി എന്താണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇത് നമുക്കറിയാം, പരിസ്ഥിതി സംരക്ഷണത്തിന് നമ്മളെല്ലാവരും പറയാറുണ്ട് ഒരു വൃക്ഷത്തൈ നടാം എന്നത്. ഒരു വൃക്ഷത്തൈ നമ്മൾ നടുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഏറ്റവും ലളിതമായ ഒരു ചുവടുവെപ്പാണ്, എന്നാൽ ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യം കൂടിയാണ്. നമുക്കറിയാം, ഈ വരുന്ന കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പൊ പല വൃക്ഷങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ നമ്മൾ നട്ടു വളർത്തുകയാണെങ്കിൽ പരിസ്ഥിതി മലിനീകരണം നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ പ്രകൃതിയോടുള്ള സ്നേഹം വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നമുക്ക് ശുദ്ധമായ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും, അല്ലെ? അതായത് ഒരു വീട്ടിലെ ഒരു കറിവേപ്പിൻ തൈയെങ്കിലും നമ്മൾ നട്ടു വളർത്തുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കറിവേപ്പില ശുദ്ധമായ കറിവേപ്പില നമ്മൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയും. ഇപ്പൊ വീട്ടുമുറ്റത്ത് സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ പോലും ഒരു 2-3 തൈകൾ ചട്ടിയിൽ നട്ടു വളർത്തുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായുള്ള കറിവേപ്പില നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. സ്വന്തമായിട്ട് കൃഷി ചെയ്ത് നമുക്ക് വേണ്ടി ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ്
ഈ ഒരു കറിവേപ്പിലെങ്കിലും നമ്മൾ നട്ടു വളർത്തി നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ശുദ്ധമായ കറിവേപ്പില ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പ്രൊഫസർ സർ നമുക്ക് സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ സാധാരണ കറിവേപ്പില തൈ എന്ന് പറയുന്നത് നമ്മുടെ ചെടികളുടെ കറിവേപ്പിൻ ചെടിയുടെ മൂട്ടിൽ വരുന്ന വേരിൽ നിന്ന് വരുന്ന തൈകളാണ് നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും കുട്ടികളും നമ്മുടെ അധ്യാപകരും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരും എല്ലാവരും കൂടി ഈ ഒരു പരിപാടി വിജയകരമായി കൊണ്ടുപോകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് ക്യാമ്പസിലെ വിദ്യാലയങ്ങൾ ഉൾപ്പെടുന്ന എറണാകുളം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്ന ജനനേതാവ്, ഞങ്ങളുടെ വിദ്യാലയങ്ങൾ ഉൾപ്പെടുന്ന ഒട്ടേറെ വിദ്യാലയങ്ങളുടെ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയുള്ള വിദ്യാലയ വികസന പ്രവർത്തനങ്ങളുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ TJ വിനോദ് MLA ആണ് ഈ ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ ആദരവോടെ അധ്യക്ഷ പ്രസിഡന്റായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രൊഫസർ JV തോമസ് വിദ്യാഭ്യാസ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ആതുര ശുശ്രൂഷ രംഗത്തുമെല്ലാം ഒരുപാട് സഹായങ്ങൾ ചേർത്ത് പിടിക്കേണ്ട ആളുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന മാഷിന്റെ വലിയ ഒരു മനസ്സ് തീർച്ചയായും വിദ്യാർത്ഥി സമൂഹത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണെന്ന് കാര്യത്തിൽ യാതൊരു സംശയവും. ഇവിടെ ഇന്ന് 60ഓളം വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി 10,000-ഓളം കറിവേപ്പില തൈകളും ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്യുന്ന ചടങ്ങാണ്. ഇവിടെ സൂചിപ്പിക്കട്ടെ, 4ാം ഘട്ടമായിട്ടാണ് ഈ പദ്ധതി നടക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ ഇതിന്റെ പ്രവർത്തനം നടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പരിസ്ഥിതിക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകണമെന്ന് ജനം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നത് സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അതിന് പ്രാപ്തമാക്കുന്ന രീതിയിൽ ബോധവൽക്കരിക്കുകയും അവരെ പര്യാപ്തമാക്കുകയും ചെയ്യുന്ന ഉദ്ദേശത്തിലാണ് വിദ്യാധരൻ ട്രസ്റ്റ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മാഷിനെ ഈ ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള വലിയ മനസ്സിന് ഞങ്ങളുടെ എല്ലാ അനുമോദനം പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. മറ്റ് വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾ നാടിനും സമൂഹത്തിനും ഗുണകരമാകട്ടെ മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി അഭിമന്യ വാലിങ്കൽ പിതാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അത്യന്തം സന്തോഷകരമായ ഒരു പ്രഭാതത്തിലാണ് നാം ആയിരിക്കുന്നത്. വിദ്യാധരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കറിവേപ്പില വിതരണം എന്ന ഒരു മഹത്തായ സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് നാം ഇവിടെ ഒത്തുചേരുന്നത്. സ്വാഗത പ്രസംഗത്തിലും അതോടൊപ്പം തന്നെ അധ്യക്ഷനും സൂചിപ്പിച്ചതുപോലെ വരാപ്പുഴ അതിരൂപതയിലെ 60ഓളം സ്കൂളുകളിലെ 10,000-ഓളം കുട്ടികൾക്ക് വേപ്പില തൈകൾ നൽകിക്കൊണ്ടാണ് ഈ സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. വിദ്യാധരൻ ചാരിറ്റബിൾ ട്രസ്റ്റിനെ എപ്പോഴും നന്ദിയോടും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയോട് ചെയ്തു വരുന്ന എല്ലാവിധ നല്ല സംരംഭങ്ങളെ പ്രതി അഭിനന്ദനത്തോട് മാത്രമേ ഓർക്കാനായിട്ട് കഴിയുകയുള്ളൂ. എൻ്റെ കഴിഞ്ഞ 1.5 വർഷക്കാലത്തെ സഹായമിത്രാൻ എന്നുള്ള ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ തന്നെ KV തോമസ് സാറിൻ്റെ വിദ്യാഭ്യാസതരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 3-4 പരിപാടികളിൽ സംബന്ധിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ചാക്യാത്ത് LMCC സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ട കുട്ടികളിൽ വായന പരിശീലനത്തിൻ്റെ ആ ഒരു ആവശ്യകതയെ മുന്നിക്കൊണ്ടുള്ള വായനാ കളരി സംരംഭം.
കുരുമാവിൽ വെച്ച് ഇതുപോലെ തന്നെയുള്ള ഒരു സ്കൂളിൽ അവിടെ കുട്ടികളിലുള്ള സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാർഷിക കുടുക്കയുടെ വിതരണം, അതോടൊപ്പം തന്നെ ഇതുപോലെ തന്നെ മറ്റൊരു വേദിയിൽ വെച്ച് കത്തേടത്തെ സ്കൂളിൽ വെച്ച് വൃക്ഷത്തൈ വിതരണവും നടത്തുവാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി. നമുക്കറിയാം, ആഗോള സഭ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ചരമവാർഷിക വർഷത്തോട് അനുബന്ധമായി ഫ്രാൻസിസ്കൻ വർഷം ആചരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ ജൂബിലി, ഫ്രാൻസിസ്കൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സഭാമക്കൾ എന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രവൃത്തിയാണ് വൃക്ഷത്തൈ നടീലും അതോടൊപ്പം തന്നെ കറിവേപ്പില മുതലായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷ്യ പദാർത്ഥങ്ങളുടെ ആ വിഭവങ്ങളുടേതായിട്ടുള്ള നമ്മുടെ നടീലും മറ്റും നടത്തപ്പെടുന്നത്. നമുക്കറിയാം, ഒരു വീട്ടിൽ ഒരു കറിവേപ്പില ഉണ്ട് എങ്കിൽ പകുതി ആരോഗ്യം ഉറപ്പായി. കാരണം എൻഡോസൾഫാൻ എന്ന് പറയുന്ന അവിഷരക്തമായിട്ടുള്ള വസ്തു ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും വ്യാവസായിക അടിസ്ഥാനത്തിൽ കറിവേപ്പില നിർമ്മാണം നടത്തപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നിരോധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തത്തുല്യമായ എന്തെങ്കിലും പരിചരണ വഴികളിലൂടെ അല്ലാതെ വ്യാവസായികാടിസ്ഥാനത്തിൽ അത് നടത്തപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കുക സാധ്യമല്ലാത്തൊരു സാഹചര്യമാണ് നമുക്ക്. വിശ്വസ്തപൂർവ്വം കറിവേപ്പില ഉപയോഗിക്കുവാൻ ഉള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് ഈ കറിവേപ്പിൻ തൈ നടീലിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇതിന് എല്ലാവരും കാശ് നൽകുന്നത് വിദ്യാലയം ചാരിറ്റബിൾ ട്രസ്റ്റാണ് എങ്കിലും ഇതിനു വേണ്ടി നേതൃത്വം എടുക്കുന്നത് വരാപ്പുഴ അതിരൂപതയിലെ പരിസ്ഥിതി കമ്മീഷനാണ്. ഈ കമ്മീഷനാറിന്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ തരകപ്പുഴി അച്ഛന്റെ നേതൃത്വത്തിൽ പല ഇടവകകളിലും നമ്മുടെ പച്ചക്കറിത്തോട്ടങ്ങൾ സംഘടിപ്പിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പച്ചക്കറിത്തോട്ടങ്ങളുടെ നിർമ്മാണവും പരിചരണവും ഒക്കെ പല ഇടവകകളിൽ നടക്കുന്നത് മുതിർന്നവരുടെ മേൽനോട്ടത്തിലാണ് എങ്കിൽ അത് കുട്ടികളുടെ മേഖലയിൽ കൂടെ വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. വിദ്യാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സംരംഭത്തിൽ നമ്മുടെ വരാപ്പുഴ അതിരൂപത പരിസ്ഥിതി കമ്മീഷൻ പങ്കാളിയാകുന്നതിലൂടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന ഒരുമിച്ച് നടത്തുന്ന ഈ പ്രവർത്തനം ഏറെ വിജയപ്രദമാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കട്ടയിടത്ത് സ്കൂളിൽ ഇതുപോലെ കറിവേപ്പില വിതരണം നടത്തിയപ്പോൾ ഞാൻ അവരോട് സൂചിപ്പിക്കുകയുണ്ടായി, കറിവേപ്പിൻ തൈ വീട്ടിൽ കൊണ്ടുപോയി നട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ വെള്ളമൊഴിച്ചത് പരിപാലിച്ച് വളർത്തിയെടുത്തെങ്കിൽ മാത്രമാണ് ഈ വിദ്യാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം പൂർണ്ണമാവുകയുള്ളൂ. ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കെ വി തോമസ് സാറിന് തന്നെ പറഞ്ഞു, ഒരു കോമ്പറ്റീഷൻ ആക്കിക്കൊള്ളാനായിട്ട്. അങ്ങനെ അന്ന് ആ സ്കൂളിന് ഏറ്റവും നല്ല രീതിയിൽ ഏത് കുട്ടിയാണ് അത് വളർത്തിയെടുക്കുന്നത് അവര് 1000 രൂപ അപ്പോൾ തന്നെ സാർ അവിടെ സമ്മാനം പ്രഖ്യാപിക്കുകയുണ്ടായി. എല്ലാത്തിൻ്റെ ഭാരം നമ്മുടെ സാറിന് മേലെടുക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചെറിയ ഒരു മത്സരബുദ്ധിയോടുകൂടി കുട്ടികളിൽ അത് പരിപാലിക്കുവാനുള്ള ശ്രദ്ധ ഉണ്ടാകുവാനുള്ള ഒരു കാര്യം കൂടി നമ്മുടെ വരാപ്പുഴ അതിരൂപത, നമ്മുടെ പരിസ്ഥിതി കമ്മീഷനും വിദ്യാഭ്യാസത്തിനും ചാരിറ്റബിൾ ട്രസ്റ്റും കൂടി ചേർന്ന് ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രം ഇത് നമ്മൾ കാര്യം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കുന്നതിലൂടെ നമ്മുടെ ശ്രദ്ധ ഉണ്ട് എന്ന് വരികയുള്ളൂ. അതിൻ്റെ ഉത്തരവാദിത്വം ടീച്ചർമാരെയാണ് ഏൽപ്പിക്കുന്നത്. കാരണം ഇത് നോക്കി ഉദ്ഘാടനം ചെയ്യാനും സമ്മാനവിതരണം ചെയ്യാനുമാണ് ഇതുപോലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിനും അതോടൊപ്പം തന്നെ പരിസ്ഥിതി കമ്മീഷൻ സാധിക്കും. ഇപ്പോൾ ഓരോ കുട്ടികളും നമ്മുടെ വീടുകളിൽ കൊണ്ടുപോയി അവരുടെ വൃക്ഷത്തൈകൾ പരിപാലിക്കുന്നുണ്ടോ, എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്ന് ഒരു ഫോട്ടോ എടുത്തെങ്കിൽ കാണിക്കാനായിട്ട് ടീച്ചർമാർ ഇടക്കിടക്കൊന്ന് ആവശ്യപ്പെടുന്നു. എന്നിട്ട് വർഷം അവസാനിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ വളർത്തുന്ന കുട്ടികൾക്ക്
പ്രോത്സാഹന ചെറു സമ്മാനങ്ങൾ കൊടുക്കാനായിട്ടുള്ള ഒരു താല്പര്യവും ടീച്ചർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെ വരുമ്പോൾ കുട്ടികളിൽ ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ കയറി വരികയും അത് നമ്മുടെ പൊതുസമൂഹത്തിന് ഗുണകരമാകുകയും ചെയ്യും. എന്നുള്ള പ്രകാരം നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ആരംഭിക്കുന്ന ഈ പ്രവർത്തനം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേർക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ദിനത്തിന് നന്മകളെ അവർക്ക് നേർന്നുകൊണ്ട് ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു. ആകാശമധ്യതയും വായുവും വെള്ളവും നമ്മുടെ ജീവന ചുറ്റുപാടുകളൊക്കെയും ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ കാര്യങ്ങൾ കൊണ്ട് വെട്ടും തൈകൾ ഏറ്റുവാങ്ങുകയാണ്. ഈ ഭൂമിക്കുമേൽ ഒരു പച്ചപ്പുറം നടത്തുവാൻ തൊട്ടിൽ തൈകളുടെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട കൊച്ചി മേയർ ശ്രീമതി PK അവர்களാണ്. നിങ്ങളുടെ വിദ്യാലയത്തിലെ 4th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ക്രിസ്റ്റ്യൻ ഡിക്കോസ് ആണ് തൊട്ടിൽ തൈ ഏറ്റുവാങ്ങുന്നത്. ബഹുമാനപ്പെട്ട മേയറെ ആദരവോടെ ക്ഷണിക്കുന്നു. ക്രിസ്റ്റ്യൻ ഡിക്കോസിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിൻ്റെ പിതാവ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് 49 സ്കൂളുകളിലെ കുട്ടികൾക്കാണ് കറിവേപ്പില തൈ, അതുപോലെ തന്നെ പല വിഷയങ്ങളുണ്ട്. ആ 49 സ്കൂളിലെയും ഏറ്റവും നന്നായി ഈ കറിവേപ്പില വളർത്തിയെടുക്കുന്ന വീടുകൾ വളർത്തിയെടുക്കുന്ന കുട്ടികൾക്ക് കത്തെടുത്ത് പറഞ്ഞതുപോലെ തന്നെ 1000 രൂപ വെച്ച് ഈ 49 സ്കൂളിലെ കുട്ടികൾക്ക് ഓരോ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അതിന് പ്രോത്സാഹനം ഇതുപോലെ 10 അടുത്ത കാലം കുട്ടികൾക്ക് 49 സ്കൂളിൽ 1000 രൂപ. അതുപോലെ ഫലവൃക്ഷങ്ങൾ നന്നായി നടത്തുന്ന ഒരു സ്കൂളിൽ ആ സ്കൂളിൻ്റെ ആവശ്യമുള്ള ഒരു പദ്ധതി അക്നാസ് കോളേജിൽ ഞങ്ങൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ലാബ് തുടങ്ങി 15 6 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ്. സമാനമായ ഒരു പ്രോജക്റ്റ് ഈ 49 സ്കൂളുകൾക്ക് ഏറ്റവും നന്നായി ഫലവൃക്ഷ തൈകളും ഈ കറിവേപ്പില ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ള ഒരു പ്രോജക്റ്റ് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നതാണ്. ബഹുമാന്യരായ മഹനീയ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട അധ്യാപകരെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ കുട്ടികളുടെ മാനസികമായ ഒരു വളർച്ച അത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് വിദ്യാധനം ചാരിറ്റബിൾ ട്രസ്റ്റ് സ്കൂൾ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് LP സ്കൂളുകളിലെ കുട്ടികൾക്ക് ഇവിടെ കറിവേപ്പില തൈ വിതരണം നടത്തിയിരിക്കുന്നത്. അത് വേപ്പില തൈ വിതരണം നടത്തുക മാത്രമല്ല, അതിൻ്റെ വളർച്ച ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാഷിൻ്റെ ഒരു സമ്മാനം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കൊച്ചി ഇന്ന് അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് വളരെ ഉയർന്നു വരുന്നു എന്ന ഒരു കാലഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നിരവധിയായ പദ്ധതികൾ അന്തരീക്ഷ മലിനീകരണ തോത് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ്. പ്രകൃതിയുടെ തന്നെ ഒരു അന്തരീക്ഷ മലിനീകരണ തോത് കുറയ്ക്കാനുള്ള ഏറെ നല്ല ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് മരങ്ങളുടെ വെച്ചുപിടിപ്പിക്കലാണ്. അതിൽ കറിവേപ്പില തൈ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലാണ് അത് പ്രയോജനപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഉപ്പിനും മുളകിനും മാത്രമല്ല, കറിവേപ്പിന് മുതൽ എല്ലാ പച്ചക്കറിയും നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ ഇറക്കുമതി നമ്മൾ വരുത്തുകയാണ് ചെയ്യുന്നത്. അതിലെ കറിവേപ്പില നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇത് വളരെ ഉയർന്ന തോതിൽ വിഷാംശം അടങ്ങിയിരിക്കുന്നതെന്ന് പല പഠന റിപ്പോർട്ടുകൾ നമുക്ക് എത്തുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരു കറിവേപ്പ് എന്ന രീതിയിൽ നമുക്ക് മാറ്റാൻ സാധിച്ചാൽ ആ ഒരു കാര്യമെങ്കിലും നമുക്ക് ഗുണമേന്മയോടെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ
ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും എന്നൊരു കാര്യം കൂടി ഇതിലൂടെ ഉറപ്പാക്കുകയാണ്. ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി ഇവിടെ നിന്ന് സ്വീകരിക്കുന്നതിനായി അത് വീട്ടിൽ കൊണ്ടുപോയി അത് നടുമ്പോൾ ആ നടുന്ന ഒരു ഫോട്ടോ നിങ്ങൾ എടുത്തു വെക്കുക. ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് നടത്തുമ്പോൾ അതിനു മുമ്പായി ഈ ഒരു വർഷത്തിൻ്റെ സ്കൂൾ അധ്യയന അവസാന സമയത്ത് ആ വർഷത്തിൻ്റെ അതേപോലെയുള്ള ഒരു ഫോട്ടോ കൂടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായും കുട്ടികൾ അവരറിയാനൊരു ചെറിയ ഒരു പരിസ്ഥിതി സ്നേഹം വളർത്താൻ നമുക്ക് സാധിക്കും. കാരണം സ്കൂളിൽ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളാണ്, അവർക്കത് വലിയ കാര്യമാണ്. അവരതിനെല്ലാ ദിവസവും കുറച്ച് വെള്ളമൊഴിക്കും, ഒന്ന് പോയി നോക്കും, അതിനൊന്ന് പരിചരിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടാവും. അപ്പം അത് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും ആഗ്രഹപ്രകാരം നമ്മുടെ ഭൂമിക്ക് വേണ്ടി, വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത്തരം പദ്ധതികൾ, നല്ല നല്ല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന വിദ്യാലയ ചാരിറ്റബിൾ ട്രസ്റ്റിന് വളരെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഇന്നത്തെ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മനസ്സിലാക്കി. താങ്ക് യു മാഡം. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ പങ്കാളികളാകുന്ന ഭൂമിയെ ഹരിതാർത്ഥമാകുന്ന അതിജീവന പാഠത്തിന് ആശംസകൾ അർപ്പിക്കാൻ ഓരോരുത്തര കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ജനറൽ മാനേജർ റവൻ ഫാദർ ജയന്തിയെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്ന് നമുക്ക് വളരെ അത്യാവശ്യമായി വർദ്ധിക്കുന്നു. കാരണം പ്രകൃതിയുടെ നിലനിൽപ്പാണ് ഇന്ന് മനുഷ്യന്റെ തന്നെ നിലനിൽപ്പ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കുവാനും നമുക്ക് സാധിക്കണം. ഇതുപോലെയുള്ള പദ്ധതികളിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും അത് വലിയൊരു രീതിയിൽ 10,000-ഓളം കുടുംബങ്ങളിലേക്ക് അത് കടന്നു ചെല്ലുമ്പോൾ അത് വലിയൊരു പദ്ധതിയായിട്ട് മാറുകയാണ് ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പ്രകൃതിയെ സ്നേഹിക്കാനും കൃഷിയെ സ്നേഹിക്കാനും കർഷകരെ സ്നേഹിക്കാനും പഠിപ്പിക്കുവാൻ ഇതുപോലുള്ള പദ്ധതികൾ കൊണ്ട് സാധിക്കും. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ, അതുപോലെ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ, നമ്മുടെ നാടിനെയും പ്രകൃതിയും സംരക്ഷിക്കുവാൻ ഇതോടെയുള്ള പദ്ധതികൾ കൊണ്ട് സാധ്യമാകും. മാത്രമല്ല കർഷകരോടുള്ള ഒരു സ്നേഹം, നമുക്കറിയാം സമൂഹത്തിൽ തെറ്റായ കാഴ്ചപ്പാടുണ്ട്. പലപ്പോഴും കർഷകരുടെ തൊഴിലിനെ, കാർഷികത്തെ രണ്ടാമതര തൊഴിലായിട്ട് കാണുന്ന ഒരു മാനസികാവസ്ഥ കുറെ കാലങ്ങളിലും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഇനി അത് മാറി കർഷകനെ സ്നേഹിക്കാനും കൃഷി ചെയ്യുന്നവനെ ബഹുമാനത്തോടുകൂടി കാണാനുമുള്ള ഒരു മനസ്സ് കുട്ടികളുടെ കാലം മുതൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഇവിടെ ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇടവുകളിൽ ജൈവ പച്ചക്കറിത്തോട്ടങ്ങൾ സൃഷ്ടിക്കുക പോലുള്ള പ്രായോഗിക പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ പ്രവർത്തിക്കുന്ന വരാപ്പുഴയുടെ പരിസ്ഥിതി കമ്മീഷൻ ഡയറക്ടർ റവൻ ഫാദർ സെബാസ്റ്റ്യൻ കടകംപള്ളിയെ ഈ ചടങ്ങിന് ആശംസകൾ സംസാരിക്കാനായിട്ട് ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രിയകുട്ടികളെ, നാളേക്കൊരു വസതി ഒരുക്കലാണ് പരിസ്ഥിതിയുടെ പ്രവർത്തനങ്ങളെങ്കിൽ നാളെ ഒരു ഔഷധം നിർമ്മിക്കലാണ് ഈ ഒരു ചെടി നടലിലൂടെ, പച്ചക്കറിയുടെ വേപ്പിൻ തൈ നടലിലൂടെ നമ്മൾ ഉദ്യമം വയ്ക്കുന്നത്. ഞാനെപ്പോഴും അഭിമാനിക്കുന്നൊരു കാര്യമാണ്. വിഷം കലർന്ന പച്ചക്കറികളാണ് എനിക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞതെങ്കിൽ അടുത്ത തലമുറ അത് തിരുത്തി പറയേണ്ടി വരും, പച്ചക്കറി കലർന്ന വിഷം കഴിക്കുന്നവരാണ് എന്നുള്ളത്. അങ്ങനെ ഒരു വിഷം കലർന്ന വായു ഭക്ഷിക്കാനുള്ള ഭാഗ്യം ലഭിക്കാതിരിക്കാനുള്ള ഇന്നത്തെയുള്ള ഒരു പദ്ധതിയും പ്രവർത്തനങ്ങളുമാണ് ഇത്. അതിന് സഹായിച്ച എല്ലാവർക്കും വരാപ്പുഴ തിരുവനന്തപുരയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഈ ഒരു പദ്ധതിക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും അഭിനന്ദനം അർപ്പിച്ചുകൊണ്ടും നന്ദി അർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ എല്ലാവരുടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും എല്ലാവരുടെ പിന്തുണയും കൂടെ ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി. പ്രൊഫസർ കെ വി തോമസ് വിദ്യാലയ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥി സമൂഹം പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമാവുകയാണ്.
ഈ മഹത് കർമ്മത്തിന് ആശംസകൾ അർപ്പിക്കാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ സുമൻ പോൾ സാറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. നമ്മുടെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി സ്നേഹവും മണ്ണിനോട് അടുപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ച് വിദ്യാലയം ട്രസ്റ്റിനോടും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രൊഫസർ കെ വി തോമസ് സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി വിദ്യാലയം ട്രസ്റ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവിധ പിന്തുണയും നൽകിയ വരാപ്പുഴ കോർപ്പറേറ്റ് ഏജൻസിയെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. വളരെ വലിയൊരു പദ്ധതിയാണ്. ഇവിടെ എൻ്റെ വിശദാംശങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മമാർക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരിക്കും. കാര്യം അമ്മമാരെ സംബന്ധിച്ച് ഒരു ദിവസം ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ഒരു ഇനമാണ് വേപ്പ്. അന്ധവിശ്വാസമാണെന്നറിയില്ല, ഞാൻ ചെറിയ പ്രായത്തിൽ പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ ഐശ്വര്യമുള്ളിടത്ത് മാത്രമേ കറിവേപ്പ് വളരുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് ഐശ്വര്യമുള്ളതുകൊണ്ടാണ്, നമ്മുടെ വീട്ടിൽ ഐശ്വര്യമുള്ളതുകൊണ്ടാണ് ഈ കറിവേപ്പ് ഇങ്ങനെ വളർന്നത് എന്ന് പറയും. അപ്പോൾ നിങ്ങളെല്ലാ വീട്ടിലും 10,000 കുട്ടികളുടെ വീടുകളിൽ ഐശ്വര്യത്തിൻ്റെ ഒരു വിത്താണ് ബഹുമാനപ്പെട്ട പ്രൊഫസർ കെ തോമസ് സാർ നമുക്ക് തന്നിരിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട പിതാവ് പറഞ്ഞ പോലെ ആ ഐശ്വര്യം വളർത്തി വലുതാക്കി ഏറ്റവും കൂടുതൽ ഐശ്വര്യം വീട്ടിൽ വളർത്തിയെടുക്കുന്ന കുട്ടിക്ക് നമ്മൾ അടുത്ത വർഷം 1000 രൂപ സമ്മാനമായി നൽകുന്നതായിരിക്കും. വളരെ നല്ല മികച്ച രീതിയിൽ ഈ പദ്ധതി നമ്മുടെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ പിന്തുണയും ആശംസകളും നൽകുന്നു. പ്രകൃതിയോട് കാരുണ്യം കാണിക്കുന്ന ജീവിത വീക്ഷണം വളർത്തിയെടുക്കുവാനുള്ള ഒരു സംരംഭത്തിന് ഭൂമിയെ അറിഞ്ഞ് ആദരിച്ച് ആശ്ലേഷിച്ച് ജീവിക്കുവാനുള്ള ചെറിയ എന്നാൽ വലിയ ഒരു ശീലത്തിന് തുടക്കമാവുന്ന ഈ ചടങ്ങിന് ആശംസകളോട് സംസാരിക്കാനായിട്ട് സെയിന്റ് ആൽബർട്ട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി വിൽഫി സെബാസ്റ്റിനെ ഏറെ കാത്തുപോകും. ഭൂമിയെ പച്ചയണിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഹരിതാഭവയം അതിജീവന പാഠം എന്ന പദ്ധതിയുമായി വിദ്യാധനം പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റ് ഇന്ന് നമ്മളെ സമീപിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി വേപ്പില തൈകളാണ് സാർ ഈ വർഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്നത്. സാറിന്റെ വിദ്യാധനം ട്രസ്റ്റ് ഒത്തിരി പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. 2017 തോന്നുന്നു 5 കിൻഡിലുകൾ വീതം എല്ലാ വിദ്യാലയങ്ങൾക്കും നൽകിയതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ മുന്നത്തെ വർഷം വല്ലാർപാടം സ്കൂളിലായിരുന്നപ്പോൾ സാറ് കുട്ടികളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കുടുക്കകളെല്ലാം സാറ് സമ്മാനിക്കുകയുണ്ടായി. പല വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാർ ഒരുക്കിയിട്ടുള്ള ഓരോ പദ്ധതികളും അതിൽ പങ്കാളികളാകാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഈ വർഷം സാറ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കറിവേപ്പിൻ തൈകളാണ് വിതരണം ചെയ്യുന്നത്. വളരെ നല്ലൊരു പദ്ധതി തന്നെയാണ് സാർ ഈ വർഷം വിദ്യാർത്ഥികൾക്കായിട്ട് കാഴ്ചവെക്കുന്നത്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ സാറിന്റെ നേതൃത്വത്തിൽ ഇനിയും വിദ്യാലയങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രൊഫസർ കെ വി തോമസ് വിദ്യാലയ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കറിവേപ്പിൻ തൈ വിതരണ ഉദ്ഘാടന പരിപാടിക്ക് ഇവിടെ സമാപ്തിയാവുകയാണ്. ഔപചാരികമായ നന്ദി അർപ്പിക്കുന്ന നിമിഷങ്ങളാണിത്. വരാപ്പുഴ അതിരൂപതയുടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി കമ്മീഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സോറൻ ജോർജ് ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കൂടിയായ ഡോക്ടർ ആന്റണി വാലങ്കൽ പിതാവ്, ഈ പരിപാടിയുടെ എല്ലാമായ പ്രൊഫസർ കെ വി തോമസ്, ഇന്നിവിടെ വിവിധ സ്കൂളുകളിൽ നിന്നും എത്തിച്ചേർന്ന അധ്യാപകരെ, കുഞ്ഞുമക്കളെ, എറണാകുളം വിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ സുബി, ജയൻ പൈപ്പള്ളിയച്ച, സെബാസ്റ്റ്യൻ കറുപ്പള്ളിയച്ച, ഈ സ്കൂളിലെ പ്രധാന അധ്യാപകരെ, വിദ്യാർത്ഥി കുഞ്ഞുങ്ങളെ, വരാപ്പുഴ അതിരൂപതയുടെ പരിസ്ഥിതി കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ് പ്രൊഫസർ കെ വി തോമസിന്റെ വിദ്യാധനം ട്രസ്റ്റ് നടത്തുന്ന ഈ പരിപാടിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. പിതാവിനെ സൂചിപ്പിച്ചതുപോലെ വരാപ്പുഴ അതിരൂപതയുടെ വിവിധ ഇടവകകളിൽ പരിസ്ഥിതി ക്ലബ്ബുകൾക്ക് രൂപം കൊടുത്തുകൊണ്ട് പരിസ്ഥിതി കമ്മീഷൻ
നമ്മുടെ അതിരൂപതയിലുള്ള തരിശായി കിടക്കുന്ന പ്രദേശങ്ങളിലും അതോടൊപ്പം ഇടവക ജനങ്ങളുടെ വീടുകളിലും പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് കുറച്ചു നാളുകളായി കഴിഞ്ഞ കോവിഡ് കാലം മുതൽ പ്രവർത്തനം നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായി എല്ലാ വർഷവും ജൂണിലെ 2ാമത്തെ ശനിയാഴ്ച പരിസ്ഥിതി പ്രവർത്തകരുടെ സംഗമം നടത്തിക്കൊണ്ട് എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള ഏറ്റവും മികച്ച പരിസ്ഥിതി പ്രവർത്തകരെയും അതോടൊപ്പം മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന ഇടവകകളെയും ആദരിച്ചു വരുന്നുണ്ട്. ഇത്തവണ മുതൽ നമ്മുടെ അതിരൂപതയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ കൃഷി നടത്തുന്ന കുട്ടി കർഷകരെയും പരിസ്ഥിതി പ്രവർത്തകരുടെ ആ സംഗമത്തിൽ ഹരിതം 2026 പോണേങ്കര സെന്റ് ഫ്രാൻസിസ് അസീസി ഇടവകയിൽ വെച്ചാണ് നടത്തുന്നത്. അവിടെ വെച്ച് ആദരിക്കുന്നുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന കുഞ്ഞുമക്കളോട് നിങ്ങളുടെ ഈ വെക്കേഷൻ കാലത്ത്, വേനലവധി കാലത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് വീടുകളിൽ നിങ്ങളുടെ വീട്ടിലുള്ള അടുക്കള മാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്ത് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ വിളവ് ഉൽപ്പാദിപ്പിച്ചാൽ നിങ്ങളെ ഓരോരുത്തരെയും അന്നത്തെ ചടങ്ങിൽ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ആദരിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സമയം കളയുന്നില്ല, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി എത്തിച്ചേർന്ന നമ്മുടെ അതിരൂപതയുടെ പ്രിയപ്പെട്ട സഹായമെത്രാൻ ആന്റണി വാലങ്കൽ പിതാവിന് പ്രൊഫസർ കെവിൻ തോമസ് വിദ്യാധനം ട്രസ്റ്റിന്റെ പേരിലും കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ പേരിലും അതോടൊപ്പം പരിസ്ഥിതി കമ്മീഷന്റെ പേരിലും ഈ സെന്റ് ആൽബർട്ട്സ് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഇവിടെ കൂടിയിരിക്കുന്ന വിവിധ സ്കൂളുകളിൽ വന്ന എല്ലാ അധ്യാപകരുടെ പേരിലും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. വിദ്യാധനം ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വഴി ഓരോ വിദ്യാലയങ്ങളിലെയും കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന അധ്യാപകൻ കൂടിയായിരുന്ന പ്രൊഫസർ കെവിൻ തോമസിനെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. മാഷ് ഈ ഒരു അവസരത്തിൽ നൽകി വരുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ ഞങ്ങളോടുകൂടി ഞങ്ങൾക്ക് പ്രോത്സാഹനമായി നിന്നതിന്, സഹായമായി നിന്നതിന്, നേതൃത്വം നൽകിയതിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇതിന്റെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട MLA ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഔപചാരികതയുടെ പേരിൽ എല്ലാവരുടെയും പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. അതോടൊപ്പം ഈ നഗരത്തിന്റെ മാതാവ് അഡ്വക്കേറ്റ് BK മിനിമോൾക്കും നമ്മളെല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഈ പരിപാടി ഇവിടെ നടത്തുവാൻ അനുവാദം നൽകിയ ജയൻ പയ്യപ്പള്ളി അച്ഛനും ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും വേണ്ടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം പരിസ്ഥിതി കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് ചടുലമായി നേതൃത്വം നൽകി വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഭാശ്രീ പയ്യപ്പള്ളി അച്ഛന് എല്ലാവരുടെ പേരിൽ ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ വിദ്യാലയങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നതിന് ഞങ്ങളെ സഹായിക്കുന്ന ശ്രീ സുബിൻ പോളിന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായ ശ്രീമതി ബിൽസി സെബാസ്റ്റ്യൻ, ശ്രീ ജോസഫ് സെനൻ, ശ്രീമതി മേരി ഷീജ എന്നിവർക്കും എല്ലാ അധ്യാപകർക്കും നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ വിവിധ വിദ്യാലയങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അധ്യാപകർക്കും കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ ഈ സ്കൂളിലെ കുട്ടികൾക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം കൂടി അറിയിക്കുകയാണ്, എല്ലാ സ്കൂളുകളിലും നേരിട്ട് വിദ്യാധന ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കറിവേപ്പില തൈകളും ഫലവൃക്ഷങ്ങളും അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തിക്കുമെന്ന് മാഷ് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ വിട്ടുപോയി. കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ പ്രതിനിധിയെ ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ സ്മിത ശിവദാസന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. മാഷിന്റെ നേതൃത്വത്തിൽ എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുള്ള കറിവേപ്പില എല്ലാ വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്തുകൊണ്ട് മികച്ച കർഷകരായിട്ട് ഓരോ കുട്ടികളെ വളർത്തിയെടുക്കുവാൻ ഓരോ അധ്യാപകരും പ്രയത്നിക്കണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഭരിക്കുന്നു.
ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളെ ഈ പ്രിയഭൂമിയെ, ഈ പ്രകൃതിയെ ഇതുപോലെ കാത്തു സൂക്ഷിച്ച് വരും തലമുറയ്ക്ക് കൈമാറാനുള്ള വലിയ ഒരു ദൗത്യത്തിന്റെ ചെറിയ ഒരു ദൗത്യമാണ് നിങ്ങളിന്ന് ഏറ്റെടുക്കുന്നത്. നിങ്ങളിന്ന് ഏറ്റുവാങ്ങുന്ന ഈ വീപ്പൻ തൈകൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നട്ടു നനച്ച് സംരക്ഷിച്ച് വളർത്തി വലുതാക്കിയെടുക്കുമ്പോൾ ഈ മഹത്തായ കർമ്മം നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം കൺകുടക്കി കാണുകയാണ്. അതോടൊപ്പം ഈ യജ്ഞത്തിന്റെ ചാമ്പ്യന്മാരായ പ്രൊഫസർ കെ വി തോമസ് വിദ്യാലയ ട്രസ്റ്റും ആദരിക്കപ്പെടുകയാണ്. നിറഞ്ഞ മനസ്സോടെ അതിലേറെ അഭിമാനത്തോടെ ഈ സെന്റ് ആൽബർട്ട്സ് ക്യാമ്പസ് ഈ ചടങ്ങ് നടത്തുന്നതിനായി തിരഞ്ഞെടുക്കുന്നത് ഈ ക്യാമ്പസിന്റെ പേരിൽ പ്രത്യേകം കെ വി തോമസ് മാഷിന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം കണ്ണും കാതും മനസ്സും കൊണ്ട് ഇവിടെയായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട് 10 വർഷങ്ങളാണ്. ഈ വർഷവും സ്കൂളിൽ ചെയ്യുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് രണ്ടാമത് നമ്മുടെ വീടുകളിൽ പരിസരത്തും മണ്ണിൽ അവർക്ക് കൂടി സഹായകരമാണ് പദ്ധതി. നിങ്ങളുടെ വീട്ടിലെ പെയിന്റ് കിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഉണ്ടാകുന്നതാണ്. ഏത് ആൾക്കാരും ശരിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ മറ്റെന്നുള്ളത് നമ്മുടെ അധ്യാപകര് ഓരോ ക്ലാസ്സുകളിലും ഈ എല്ലാവരും പോലെ അതുകൊണ്ട് കറിവേപ്പില മറ്റ് സ്കൂളുകളിൽ കറിവേപ്പില തൈ ഫലവൃക്ഷങ്ങൾ സ്കൂളിൽ ശ്രീരാം പോയി സംസാരിച്ച് തീരുമാനമെടുത്ത് അവർക്കെല്ലാം ഒരാഴ്ച കൊണ്ട് അതത് സ്കൂളിൽ ഫലവൃക്ഷ തൈകളും അതുപോലെ തന്നെ ഈ കറിവേപ്പില തൈകളും എത്തിച്ചു കൊടുക്കുന്നതാണ്. എല്ലാ കുട്ടികൾക്കും ഇത് പ്രത്യേകിച്ച് ക്ലാസ്സുകൾ വഴി കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം. സ്കൂളുകളിലെ ഫലവൃക്ഷ തൈകൾ അതുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ഏകദേശം ഈ 50 സ്കൂളുകളിൽ 25ഓളം സ്കൂളുകൾ ഫലവൃക്ഷ തൈകൾ നടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പ്രത്യേക സമ്മാനം ഈ ഫലവൃക്ഷത്തിൽ നന്നായി നടത്തുന്ന സ്കൂളുകൾക്ക് പ്രത്യേക സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞു. ആ സ്കൂളുകൾക്ക് ആവശ്യമായ എന്തെങ്കിലും ഉപകരണമായിരുന്നു നിങ്ങൾക്ക്